അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സങ്കേതമാക്കിയാൽ, കഷ്ടകാലത്ത് ദൈവത്തെ അഭയസ്ഥാനമാക്കിയാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇന്നു പകൽ നിങ്ങൾ കേട്ട തിരുവചനം സംസാരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 91. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുന്ന ഭക്തൻ പാടുകയാണ്. അവന് ചുറ്റും വേട്ടക്കാരൻ്റെ കെണികളുണ്ട്, നാശകരമായ മഹാമാരിയുണ്ട്. ഭക്തൻ പറയുകയാണ്, എനിക്ക് ചുറ്റും വേട്ടക്കാരുണ്ട്, നാശകരമായ മഹാമാരിയുണ്ട്, രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവുമുണ്ട്. ഈ ശക്തികൾ 1000 വീഴിക്കുന്നുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അതെ, രാത്രിയിലെ ഭയത്തിന് ശക്തിയുണ്ടോ? അത് 1000 വീഴിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിശാചിൻ്റെ തീയമ്പുകളാണ്. എന്നാൽ ഇന്ന് പകൽ ഭക്തൻ പറയുകയാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ പറയുകയാണ്, അങ്ങനെ 1000 വീണാലും അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവർക്ക് പരിചയമായി ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തത പരിചയം പലകയുമാണ്. എന്താണ് ആ വിശ്വസ്തത? അവൻ തൻ്റെ തൂവല് കൊണ്ട് നിന്നെ മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ മറയ്ക്കും. നിങ്ങളെ തകർക്കുവാൻ, മുടിക്കുവാൻ, കൊല്ലുവാൻ തക്കം പാർക്കുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നിഷ്ഫലമാക്കിക്കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ പരിചയമായി വെളിപ്പെടും. കഷ്ടകാലത്ത് നീ ദൈവത്തെ ശരണമാക്കുക. യഹോവ ജീവനുള്ള ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. സിംഹത്തിൻ്റെ മേലും അണലി മേലും നീ ചവിട്ടും. ബാലസിംഹത്തിന് പെരുമ്പാവിനെ നീ മെതിച്ചു കളയും. നിന്നെ ഒതുക്കാൻ വരുന്നതിനെ, തകർക്കാൻ വരുന്നതിനെ ചവിട്ടുവാനുള്ളൊരു അഭിഷേകവും കൂടി അത്യുന്നതൻ്റെ മറവിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ദൈവം നിന്നെ സംരക്ഷിക്കുകയാണ്. ദൈവത്തിൽ ശരണം പ്രാപിച്ച് ചിറകിൻ്റെ കീഴിൽ മറഞ്ഞിരിക്കുന്ന നിന്നെ ദൈവം ഇന്നും മറയ്ക്കും. എന്നാൽ അത്യുന്നതൻ്റെ മറവിൽ നിന്നും മാറാതെ
ആ തൂവലുകൾക്കിടയിൽ തന്നെയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സംരക്ഷണം മാത്രമല്ല, നിന്നെ തകർക്കുവാൻ വരുന്നതിനെ ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരഭിഷേകം ദൈവം നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ പാദമെടുത്തെങ്കിൽ ചേർന്നിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.